പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CH മുഹമ്മദ് കോയെ മുസ്ലിം ലീഗ് അവഗണിക്കുന്നുവെന്ന KT ജലീലിന്റെ വിമർശനം ശരിവെച്ച സാഹിത്യകാരൻ T പത്മനാഭൻ. CHനെയും മകൻ മുനീറിനെയും ലീഗ് അവഗണിക്കുന്നു. CHന് ശേഷം ചന്ദ്രിക തകർന്നുവെന്നും T പത്മനാഭൻ വിമർശിച്ചു. ദില്ലിയിലെ ലീഗ് ആസ്ഥാനത്ത് അവഗണിച്ചുവെന്ന ആക്ഷേപത്തിന് പിന്നാലെയാണ് പ്രതികരണം. മഹാനായ CH മുഹമ്മദ് കോയക്ക് സ്വന്തം അണികളിൽ നിന്നുണ്ടായ അവഹേളനത്തിൻ്റെ ചരിത്രമാണ് കാണാൻ കഴിഞ്ഞത്. എത്രയോ കോടി രൂപ ചെലവിട്ടിട്ട് നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ പാർട്ടിക്കൊരു ഈ മനുഷ്യൻ്റെ പേരിൽ അവിടെ യാതൊന്നുമില്ല, ഒരു മുറിയില്ല, ഒരു ബാത്റൂം, ഒരു കുളിമുറി. ഇതെങ്ങനെ VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, നേരത്തെ നമ്മൾ ആ വാർത്ത ചെയ്തതാണ്. CH മുഹമ്മദ് കോയയുടെ പേര് ദില്ലിയിൽ തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ പുതിയ ആസ്ഥാനത്തിൽ ഒരിടത്തും നമ്മൾ കണ്ടില്ല. അത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇപ്പോൾ ആ വിമർശനത്തോട് യോജിക്കുകയാണ് T പത്മനാഭനും. CH മുഹമ്മദ് കോയയും മകൻ മുനീറിനെയും മുസ്ലിം ലീഗ് അവഗണിക്കുന്നുവെന്നാണോ ഇപ്പോൾ കഥാകാരൻ പറയുന്നത്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും ലീഗിൽ ഇപ്പോൾ ഉരുണ്ടുകൂടുന്ന പുതിയ വിവാദത്തിൽ CHനൊപ്പം നിൽക്കുകയാണ് T പത്മനാഭൻ. CHന്റെ ചരിത്രം അങ്ങനെ മായ്ച്ചാൽ മായുന്നതല്ല എന്നും CH കേരളത്തിൽ ഓർമ്മപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നും, എന്നാൽ CHനെ മായ്ച്ചു കളയാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്നുമാണ് ഈ പ്രസംഗത്തിൽ T പത്മനാഭൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് T പത്മനാഭന്റെ ഈ പ്രസംഗം വരുന്നത്. അദ്ദേഹം CHനെ മാത്രമല്ല, CHന്റെ മകൻ MK മുനീറിനെയും പാർട്ടി അവഗണിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്ത് ഓരോ മുറികൾക്കും ലൈബ്രറികൾക്കുമൊക്കെ പ്രമുഖ ലീഗ് നേതാക്കന്മാരുടെ പേരിട്ടപ്പോൾ CHനെ മറന്നു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. CHനെ ഓർക്കേണ്ടവർ ഓർക്കട്ടെ, ചെയ്യേണ്ടവർ ചെയ്യട്ടെ, പരാതിയില്ല എന്നാണ് MK മുനീർ അതിനോട് പ്രതികരിച്ചത്. എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തെ പ്രമുഖനായിട്ടുള്ള T പത്മനാഭൻ ഇപ്പോൾ CHനെ ലീഗ് മറക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. KT ജലീൽ ഉന്നയിച്ച ആരോപണത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. താങ്ക് യു. VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.